യുദ്ധം പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം അത് എന്ന് തീരുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനവുമില്ല, അറിയില്ല എന്ന് മാത്രമല്ല അത് കൂടുതൽ സങ്കീർണമാകുന്നു എന്നാണ് ഇപ്പം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകളൊക്കെ പഠിച്ചാൽ മനസ്സിലാകുന്നത്. കാരണം പിന്നോട്ടില്ല എന്ന് ഇറാൻ പറയുന്നു, അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒക്കെ അതേ നിലപാടാണ്. ചൈനയും റഷ്യയും ഉത്തര കൊറിയയും ഒക്കെ ഇറാന് പിന്തുണ അറിയിച്ച ഒരു ഭാഗത്ത് GCC രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സഹായം നൽകാൻ തയ്യാറാണെന്ന് യുക്രൈൻ പ്രസിഡന്റായ വോളോഡിമർ സെലൻസ്കി പറയുന്നു. അങ്ങനെ പല രാജ്യങ്ങളും ഈ നിലപാടുകളിലൊക്കെ ഉറച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു, പുതിയൊരു അച്ചുതണ്ടൊക്കെ രൂപപ്പെടുകയാണോ തുടങ്ങിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയ കെടുതി എന്ന് പറയുന്നത് ഈ ഇന്ധനക്ഷാമം തന്നെയാണ്. ഇന്ത്യയിൽ അത് എത്ര കണ്ട് AC ഇല്ല എന്ന് പറയണം. കാരണം ഇപ്പം നമ്മൾ മറ്റ് രാജ്യങ്ങളുടെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് അത്ര കണ്ട് പ്രശ്നം ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പം ചുരുക്കത്തിൽ അമലെ, പശ്ചിമേഷ്യയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഹോർമൂസ് കടലിടുക്ക് അടുത്തെങ്ങാനും തുറക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? സേതു, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ എന്നും പാശ്ചാത്യ ലോകത്തിന്റെ വേട്ടമൃഗങ്ങളായിട്ട് അല്ലെങ്കിൽ അവരുടെ ജിയോ പൊളിറ്റിക്കൽ തന്ത്രങ്ങളുടെ ഇരകളാവുന്ന കാഴ്ചകൾ ഇതിനു മുൻപും നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി രണ്ടാമത് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ചില പദ്ധതികൾ അത് കൂടുതലായിട്ടും അദ്ദേഹത്തിന്റെ കുടുംബാധിപത്യത്തിലേക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് ബെനിഫിറ്റ്സ് കിട്ടുന്ന രീതിയിലേക്കുള്ള തന്ത്രങ്ങളാണെന്നുള്ള വിമർശനങ്ങൾ ഇപ്പോൾ തന്നെ അമേരിക്കയിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ചെറിയ ചെറിയ യുദ്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിന്റെ ബെനിഫിറ്റ്സ് കൂടുതലായിട്ട് US വിപണിയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു തന്ത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെതുള്ളത്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ആ ആപ്തവാചകത്തിൽ പോലും ഒരു തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു ശതകോടീശ്വര വൃത്തത്തിന് കൂടുതലായിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നത്. ഈ യുദ്ധം എടുത്താൽ തന്നെ നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ ഉണ്ടാകുന്നതിന് തൊട്ടു മുന്നെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ കുടുംബത്തിൽ നിന്നുള്ള, അതായത് ട്രംപ് ജൂനിയർ അടക്കം ഇത്തരത്തിൽ ഡിഫൻസ് ഓഹരികളിൽ കൂടുതലായി നിക്ഷേപം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള യുദ്ധം ഉണ്ടാകുമ്പോൾ കൂടുതൽ നിക്ഷേപങ്ങൾ ഉണ്ടാകുന്നത് ക്രിപ്റ്റോ കറൻസിയിലാകും. ആ ക്രിപ്റ്റോ കറൻസി പ്ലാറ്റ്ഫോമുകളിൽ പ്രധാനം ഇന്ന് കേരളത്തിൽ ഭരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യയിലും ലോകത്തൊട്ടാകെ ഭരിക്കുന്ന ക്രിപ്റ്റോ കറൻസി പ്ലാറ്റ്ഫോമിൽ പ്രധാനപ്പെട്ടത് ഡൊണാൾഡ് ട്രംപിന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥയിലുള്ളതാണെന്നും നമുക്കറിയാവുന്നതാണ്. യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഇത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. മുൻപ് അമേരിക്കയെ വിശ്വസിക്കാൻ സാധിക്കില്ല എന്ന് അവർക്ക് തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് നമുക്കറിയാവുന്നതാണ് സൗദിയും പാകിസ്ഥാനും തമ്മിലുണ്ടായിരുന്ന കഴിഞ്ഞ സെപ്റ്റംബറിൽ ഉണ്ടായിരുന്ന ഒരു പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഈ ഒരു കരാറിൽ ഒപ്പുവെക്കുമ്പോൾ തന്നെ സൗദി അമേരിക്കയ്ക്ക് നൽകാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ ലോകത്തിനൊന്നാകെ നൽകാൻ ആഗ്രഹിച്ച പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് US മാത്രമല്ല മറ്റ് പ്രതിരോധ സഖ്യങ്ങളും ഉണ്ടാക്കാം എന്നൊരു സാധ്യതയായിരുന്നു. നമുക്കറിയാവുന്നതാണ് ഇറാൻ ഇപ്പോൾ അമേരിക്കയുടെ പല സൈനിക താവളങ്ങളിലേക്കും മിഡിൽ ഈസ്റ്റിലുള്ള പല സൈനിക താവളങ്ങളിലേക്കും അക്രമം അഴിച്ചുവിടുമ്പോഴും ഈ രാജ്യങ്ങളൊന്നും ഇറാനെതിരെ യാതൊരു തരത്തിലുള്ള സ്ട്രൈക്കും നമുക്കറിയാം പശ്ചിമേഷ്യയിലെ പൊതുവായിട്ടുള്ള രാജ്യങ്ങൾ, അത് ഖത്തർ ആവട്ടെ, സൗദി ആകട്ടെ, UAE ആകട്ടെ, ഒമാൻ ആകട്ടെ, ഈ രാജ്യങ്ങളുടെ എല്ലാം ഒരു പൊതുവായിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് തങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നതാണ്. ഈ രാജ്യങ്ങളുടെ എല്ലാം കൈവശമുള്ള പ്രധാനപ്പെട്ട ആയുധങ്ങളും അമേരിക്കയുടേതാണ്. ഈ ആയുധങ്ങളെല്ലാം ഉപയോഗിക്കാൻ ഇവർക്ക് പൂർണ്ണമായും സജ്ജവുമാണ്. പ്രത്യേകിച്ചും F-65 അടക്കമുള്ള അത്യാധുനികമായിട്ടുള്ള എയർ ഡിഫൻസ് എയർ സിസ്റ്റംസ് ഈ രാജ്യങ്ങൾക്കുണ്ട്. പക്ഷേ ഇവരാരും പ്രതിരോധിക്കുവാനോ അല്ലെങ്കിൽ ഇറാനെതിരെ ഒരു ചെറുവിരൽ അനക്കുവാൻ പോലും തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ രാജ്യങ്ങൾക്കിടയിലെല്ലാം ഒരു പൊതുവായിട്ടുള്ള വികാരം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് ഇറാനുമായിട്ട് പ്രത്യേകിച്ചും ഈ ഷിയ സുന്നി തർക്കമൊക്കെ നിലനിൽക്കുന്നുണ്ട് എങ്കിലും മുസ്ലിം ഫ്രണ്ട് എന്നൊരു സിദ്ധാന്തം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു. ഇസ്ലാമിനെതിരായിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളെ ഒന്നിച്ച് ചെറുക്കുവാനുള്ള ഒരു താല്പര്യവും ഈ രാജ്യങ്ങൾക്കിടയിൽ ഉരുവായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അമേരിക്കയെ ഭയപ്പെടുത്തുന്നു എന്നത് നിസ്സംശയം പറയാൻ സാധിക്കും. ഈ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് വെനസ്വേല ആക്രമിച്ച് അമേരിക്ക കീഴ്പ്പെടുത്തുന്നത്. നമുക്കറിയാവുന്നതാണ് ലോകത്തെ പ്രധാനപ്പെട്ട എണ്ണ ഉൽപാദകരായിട്ടുള്ള 5 രാജ്യങ്ങളിൽ രണ്ടാമത് നിൽക്കുന്നത് വെനസ്വേലയാണ്. ഈ വെനസ്വേലയുടെ ഈ എണ്ണ നിക്ഷേപം അത് കുറെ കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു എണ്ണ നിക്ഷേപം കൂടിയാണ്, കുറച്ചുകൂടി ഹാർഡ് ആയിട്ടുള്ള ഓയിലാണ്. അപ്പോൾ ഈ ഓയിലിനെ അതിനെ ട്രാൻസ്ഫോം ചെയ്തെടുക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ കുറെ കൂടി സംസ്കരിച്ചെടുക്കുവാൻ വേണ്ടി അമേരിക്കയുടെ കൈവശമുള്ള ടെക്നോളജീസ് പ്രാപ്തമല്ല. അല്ലെങ്കിൽ അമേരിക്കയുടെ കൈവിലുള്ള റിഫൈനറീസ് എല്ലാം 50 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തി. അമേരിക്കയിൽ 50 വർഷങ്ങൾക്ക് ശേഷം പുതിയ ഒരു റിഫൈനറി തുടങ്ങുവാൻ വേണ്ടി ഞങ്ങൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു റിഫൈനറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പ്രൈവറ്റ് ഗ്രൂപ്പായിട്ടുള്ള റിലയൻസിനെ ക്ഷണിക്കുന്നു എന്നതായിരുന്നു. പ്രത്യേകിച്ചും ഇതൊരു ഡിപ്ലോമാറ്റിക് ക്യാരറ്റ് ആണ്.
ഇന്ത്യയെ ഒപ്പം നിർത്തുവാനുള്ള അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രത്യേകിച്ചും റഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് വളരെ ചീപ്പായിട്ടുള്ള ഓയിൽ കിട്ടുകയും അത് ആ ഒരു സപ്ലൈ തടയുക എന്ന അമേരിക്കയുടെ ലക്ഷ്യവും അതിന് ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന കുറച്ച് നാളുകളായിട്ടുള്ള സമ്മർദ്ദങ്ങളുമെല്ലാം നമ്മൾ കണ്ടതാണ്. ആ സമ്മർദ്ദങ്ങളിൽ ഇന്ത്യയെ വഴക്കിയെടുത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പോലും ഈ റിലയൻസിനെ അമേരിക്കയുടെ മണ്ണിൽ കാലുകുത്താൻ അനുവദിക്കുവാനുള്ള അല്ലെങ്കിൽ അമേരിക്കയുടെ നീക്കം തന്നെ റഷ്യയിൽ നിന്ന് ഇന്ത്യയെ അടർത്തിയെടുത്തുകൊണ്ട് വരിക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയാണ് എങ്കിൽ തന്നെയും ഈ റഷ്യയിൽ നിന്ന് ഇപ്പോൾ ഈ ക്രൈസിസ് ഉണ്ടായതിനു ശേഷം 30 ദിവസത്തേക്ക് ഇന്ത്യക്ക് എണ്ണ വാങ്ങാൻ അനുമതി നൽകുന്നു എന്ന അമേരിക്കയുടെ ഒരു പ്രസ്താവനയുണ്ട്. ആ ഒരു പ്രസ്താവന അമേരിക്കയിൽ നിന്ന് അമേരിക്കൻ പ്രതിനിധി ഇന്ത്യൻ മണ്ണിൽ വന്നുകൊണ്ട് പറയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അതേ വേദിയിൽ തന്നെ നമ്മുടെ വിദേശകാര്യ മന്ത്രി പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ആരുടെയും, അതായത് ഇന്ത്യക്ക് ആരുടെയും അനുമതിയുടെ ആവശ്യമല്ല. കഴിഞ്ഞ ഫെബ്രുവരിയിലും റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിയിരുന്നു എന്നൊരു സൂചനയും നൽകുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഇന്ത്യക്കുള്ളിലുള്ള രാഷ്ട്രീയ കോലാഹലങ്ങളെ ഒന്ന് ശമിപ്പിക്കുവാനുള്ള ഒരു ശ്രമമായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇത്തരത്തിലൊരു സംഭവ വികാസം ഉണ്ടാകുമ്പോൾ ഇന്ത്യക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്ധനത്തിന് വലിയ ക്ഷാമം ഉണ്ടാകുന്നില്ല? അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? സൗദിയുമായിട്ട് പ്രധാനമായും റെഡ് സീ മുഖാന്തരമുള്ള സൗദി ബൈപ്പാസ് വഴി ഇന്ത്യയിലേക്ക് കൃത്യമായിട്ട് ഇന്ധനം എത്തുന്നുണ്ട്. ഇന്ത്യയിൽ കരുതൽ ശേഖരമുണ്ട്. പക്ഷേ ഗ്യാസിന്റെ കാര്യത്തിൽ നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ പോലും ഇപ്പോഴും ഗ്യാസ് സിലിണ്ടർ കിട്ടാൻ വലിയ ക്ഷാമമാണ്. എൻ്റെ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ കിട്ടിയിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ ഇത്തരത്തിൽ ഗ്യാസ് എന്തുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെയാണ് ഈ ഹോർമൂസ് കടലിടുക്കിന്റെ ഒരു സവിശേഷത വരുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോൾ ഏതാണ്ട് 3000-ഓളം ചരക്ക് കപ്പലുകളാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ കാർഗോസ് ആണ് ഉള്ളത്. ആ 3000 അവിടെ കുടുങ്ങി കിടക്കുന്നു എന്ന് പറയുമ്പോൾ അതിലും എത്രയോ അധികമാണ് പുറത്തുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കാർഗോസിന്റെ എല്ലാം പ്രത്യേകത എന്താണ്? സാധാരണ ക്രൂഡ് ഓയിൽ ഷിപ്പ് ചെയ്യുന്ന അതേ കപ്പലിൽ നമുക്കൊരിക്കലും ഗ്യാസ് ഷിപ്പ് ചെയ്യാൻ കഴിയില്ല. അതിന് പ്രത്യേകമായി സവിശേഷമായിട്ടുള്ള കപ്പലുകൾ വേണം. അപ്പോൾ അത്തരം കപ്പലുകളാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ തടയപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും എന്തുകൊണ്ട് അമേരിക്കയുടെ ഒരു തന്ത്രമാണ് ഇതെന്നുള്ളത് കാണിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് കൂടി ഞാൻ പറയാം. അത് ഇത്തരത്തിൽ ഈ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം മാർച്ച് 5-ന് ശേഷം ഇത്തരത്തിൽ ഇറാന്റെ പരിസരത്തുകൂടി പോകുന്ന, അല്ലെങ്കിൽ ഈ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലൂടെ പോകുന്ന കപ്പലുകൾക്കൊന്നും ഒരു തരത്തിലുള്ള ഇൻഷുറൻസ് കവറേജും ഉണ്ടായിരിക്കില്ല എന്ന് ആദ്യം പ്രഖ്യാപിച്ച 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം നടന്ന് 24 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപിച്ച കുറേയധികം ഇൻഷുറൻസ് കമ്പനികളുടെ ഒരു ക്ലബ്ബുണ്ട്. ആ ക്ലബിന്റെ പേരെന്താണെന്നറിയോ? അമേരിക്കൻ ക്ലബ്. അപ്പോൾ ഇത്തരത്തിലുള്ള അമേരിക്കൻ സ്ട്രാറ്റജികളുടെ, അല്ലെങ്കിൽ വീണ്ടും ഈ പെട്രോ ഡോളറിന്റെ അധീശത്വം ലോകത്ത് നിലനിർത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അമേരിക്ക നടത്തുന്നതെന്ന് എൻ്റെ വായനയിൽ എനിക്ക് മനസ്സിലാകുന്നു. പക്ഷേ അമേരിക്കയുടെ ഈ തന്ത്രങ്ങളെല്ലാം പാളിപ്പോകുമോ എന്നത് തന്നെയാണ് ഇപ്പോഴും ലോക രാഷ്ട്രങ്ങളെല്ലാം കണക്ക് കൂട്ടുന്നത്. പ്രത്യേകിച്ചും G7 രാഷ്ട്രങ്ങളടക്കം ഇത്തരത്തിൽ തങ്ങളുടെ കയ്യിലുള്ള കൈവശമുള്ള കരുതൽ ശേഖരമായിട്ടുള്ള ഇന്ധനം വിപണിയിലേക്ക് ഇറക്കി ഈ ഇന്ധന വില നിയന്ത്രിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിലും തൽക്കാലം അത്തരം ഒരു ശ്രമം നമുക്ക് നടത്താം. പക്ഷേ അതിനു മുൻപ് കുറച്ചുകൂടി കാത്തിരിക്കാം എന്നൊരു തീരുമാനമാണ് ഈ G7 രാജ്യങ്ങളടക്കം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോഴും അമേരിക്കയോടുള്ള യൂറോപ്പിന്റെ ആ ഒരു യൂറോപ്പിനടക്കം, പ്രത്യേകിച്ചും ഫ്രാൻസ് അടക്കമുള്ള UK അടക്കമുള്ള രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ ചില നയങ്ങളോട്, ട്രംപിന്റെ ചില നയങ്ങളോട് വിയോജിപ്പുണ്ട്. അത് വ്യക്തമാവുകയുമുണ്ട്. പുതിയ ജിയോ പൊളിറ്റിക് സാഹചര്യങ്ങളാണ് ഉടലെടുക്കുന്നത്. സെതു. ഓക്കെ അമലേ, ശരി. അപ്പം ഈ വിശകലനങ്ങൾ പൂർത്തിയാണ്. ഇനിയിപ്പോൾ ഞാനിതിൽ ബ്രീഫ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത്രയും വിശദമായി തന്നെയാണ് അമൽ പ്രേക്ഷകരിലേക്ക് നിലവിലെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മുൻകാല കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കിയത്. പ്രിയപ്പെട്ട